കണ്ട എന്ത് രസമെന്നറിയോ. ഇന്നാളല്ല നമ്മൾ നട്ടത് കണ്ട, നോക്കിക്കൊണ്ടിരിക്കേ വലുതായി കൊണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ അവിടുത്തെ പറമ്പിലേക്കായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ കുറേ മാവും കാര്യങ്ങളുണ്ടെങ്കിലും ചവറ് കൊഴിയിൽ കുറച്ച് കുറവാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഓരോ നട്ടിട്ടുള്ളതൊക്കെ അതിൻ്റെ അടിയിലായ കാരണം ആ ചവറുകൾ അടിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഈ ചാമ്പ ഇപ്പം ഇല കൊഴിയുന്ന ടൈമാണ്. അപ്പോൾ അറച്ചല്ലേ കണ്ട. അപ്പം ഞാൻ കണ്ട ഒരു എന്താ പറയുക, ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു 4-5 ദിവസമായിട്ട് അടിച്ച് വരുന്ന ചവറുകളൊക്കെ ഇങ്ങനെ ചാക്കിൽ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇന്നിപ്പോൾ അങ്ങോട്ട് പോവല്ലേ, അപ്പോൾ ഇതൊക്കെയും കൂടി ഒന്നും കൂടി അടിച്ച് വാരി എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. കണ്ട ഇതേപോലെ നമുക്ക് ചവറ് അടിക്കാൻ കിട്ടും. ഇപ്പം ഞാനിത് അടിച്ച് വാരി ഇവിടുത്തെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴേക്കും കാണാം ആകെ പരന്ന ഇല എടുക്കുന്നുണ്ടാവും. അടിക്കാത്ത മിറ്റം പോലെ ഒന്നും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നോക്കിയേ, ചവറ് നമുക്കിപ്പോൾ ധാരാളമായിട്ട് തന്നെ നമുക്ക് ആവശ്യമാണ്. ചവറ് നന്നായിട്ട് വേണപ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിൽ കുറച്ച് വെണ്ണീർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പറമ്പിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കാനുണ്ടാവും. പിന്നെ ദാഹം ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ നമുക്ക് നേരത്തോടെ തന്നെ വെയിലാവേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അത്യാവശ്യം നല്ല വെയിലായിട്ടോ പറമ്പിൽ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയ വഴിക്ക് എനിക്ക് ആദ്യം എൻ്റെ കണ്ണു പോയി തക്കാളിമ്പിക്കായിരുന്നു. ഡേ കണ്ട ഫസ്റ്റത്തെ 2 പേര്. അതേപോലെ ഈ തക്കാളിമീൻ ഒക്കെ ഇതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുഞ്ഞിതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചവറ് നമ്മൾ അവിടെ അറ്റത്തൊരു 100 പച്ചമുളക് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 200 അല്ല 200 പച്ചമുളക് തൈകളൊക്കെ ഇന്ന് അവരെ കടക്കിലേക്കുള്ള ചവറായിട്ട് നമ്മൾ കൊണ്ടു നോക്കണേ. ചവറായ കാരണം വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഈ പച്ചമുളക് തൈ ഞാൻ ഷായറ്റിന് കൂടിയിട്ടാണ് വെച്ച് നോക്കണേ. 200 തൈ നമ്മൾ വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണ്ട, അത് ഇത്രയും ഹൈറ്റ് വന്നു. ഇനി നമ്മൾ കുറച്ച് ഞാനിപ്പോൾ കൊണ്ടുവന്ന ചവറ് വരെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കും. അതിന് മുകളിൽ ഷായിട്ട് മണ്ണിട്ട് കൊടുക്കും കേട്ടോ.
നമ്മുടെ എന്താ പറയുക വീഡിയോയിൽ കാണാം. നമുക്ക് നന്നായിട്ട് മുളക് ഉണ്ടായി കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണ ഒരു കാര്യം ഇതാണ്. ചവറാണ് മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറ്, പിന്നെ കോഴിക്കാട്ടും. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മുളക് ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. ഈ ചവറിൻ്റെ കളർ കണ്ട, ഇതെന്താണെന്ന് അറിയുന്നില്ലേ? ഇത് നമ്മൾ 2 ദിവസം മുന്നൊക്കെ ആയിട്ട് വാരി വയ്ക്കുന്ന ചവറാട്ടാ, ചാക്കിലേ. അതായത് ഒരുമിച്ച് കുറച്ചാകുമ്പോൾ കൊണ്ടുവരാന്ന് വെച്ചിട്ടേ, അതാണ് ഈ കളർ ഇങ്ങനെ. അപ്പോൾ മനസ്സിലായില്ലേ കമ്പോസ്റ്റ് ആവണേൻ്റെ ഒരു കളർ മാറ്റം. ചവറ് തികഞ്ഞില്ല കേട്ടാ, പക്ഷെ കുഴപ്പമില്ല. ഇതേപോലെ 2 ദിവസം വാരി വെച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും എല്ലാവർക്കും ഇടാനുള്ളത് എത്തും. നമ്മുടെ പയറിന് കുറച്ച് വെണ്ണീരിട്ട് കൊടുക്കാട്ടാ. ഇന്നാളല്ല നമ്മൾ നട്ടത് കണ്ട, നോക്കിക്കൊണ്ടിരിക്കേ വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ പൊതിനയുടെ ഇടയിൽ കുറച്ച് പുല്ല് നിൽക്കുന്നുണ്ട്, അതൊന്ന് വലിച്ചെടുക്കട്ടെ ഞാൻ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പയറിൻ്റെ ഇപ്പോൾ നമ്മൾ വെണ്ണീറിട്ടല്ലോ, ഇതിന് മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കണം. നമ്മുടെ സ്ഥിരം വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാണ്ട് നമ്മളത് ചെയ്യണത്. അപ്പോൾ ഷായേട്ടനാണ് ഇതിൻ്റെ മുകളിൽ ഫ്രീ ആവുന്ന ടൈമിൽ വന്നിട്ട് മുകളിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ പൊതിനീരെ കടക്കിൽ നമ്മൾ പുല്ല് തീരെ വളർത്തരുത്. കാരണം പൊതിനെന്ന് പറയുന്നത് പടർന്ന് പോണതാണ്. അപ്പോൾ പുല്ല് വലുതായി വന്നിട്ട് നമ്മൾ വലിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട ഇളകും, അങ്ങനെ തന്നെ പൊതിന് നശിച്ചു കൂട്ടാം. അപ്പോൾ ചെറിയതായിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഉള്ള പുല്ലുകൾ അങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞീതുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴെന്ന് പറയണ പോലെ നമ്മൾ ഇവരെ കടക്കിലത്തെ പുല്ല് വലിക്കുന്നിട്ട് പോലും കണ്ട ഒരു പിടി പുല്ല് കിട്ടി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ പച്ചക്കറി തൈകൾ വളർത്തിയെടുക്കുന്നതിനേക്കാൾ സ്പീഡിൽ വളരുന്നത് പുല്ലുകളാണ്. ഇനി നമുക്ക് കൊള്ളി പറിക്കണം കേട്ടാ. ഇന്ന് നമ്മുടെ കറി എന്ന് പറയുന്നത് കൊള്ളിയും മീൻകറിയാണ്. പയറിൽ ഞാൻ മറ്റേ വെണ്ണീറിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഫുള്ള് മണ്ണിട്ടു നമ്മുടെ വെണ്ണീറിട്ടയിൽ. അതേപോലെ തന്നെ ഇപ്പുറത്തൊരു തടത്തിലായാലും കണ്ട പയറിൻ്റെ കടക്കിലേക്ക് ഇടും മണ്ണിട്ട് കൊടുക്കാട്ടെ. ഈ വെണ്ണീറിട്ടിട്ട് അത്രയും ചെയ്താൽ മതി. ഇന്ന് ഞാൻ ചെറിയൊരു കൊള്ളി മതിയെന്ന് വെച്ചിട്ടാണ് പറിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കടക്കാനുള്ള കൊള്ളിയൊന്നും നോക്കണില്ല. ഈ ഒരു കൊള്ളിയിൽ നമുക്ക് പറിച്ചു നോക്കാം. അയ്യോ പൊട്ടി. ഒരെണ്ണം പൊട്ടിയിരുന്നുണ്ട് കേട്ടാ. എൻ്റെ കൈക്കോട്ടൊന്ന് കൊണ്ടിട്ടെ. കണ്ട ഇവിടുത്തെ നമ്മളെ ചെറിയ കൊള്ളി എന്ന് പറഞ്ഞാലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളെപ്പോഴും നമുക്ക് അത്രയും വലുത് കിട്ടണേ നമുക്ക് ഇത് ചെറുതായിട്ട് തോന്നണേ. ഈ അടിയിലേക്ക് പോയ അളിഞ്ഞ് വലിപ്പണ്ടാണാവോ. എന്നാലും നോക്കിയേ കണ്ട എത്ര വലുപ്പം നമുക്ക് എപ്പോഴും. ഞാൻ മുന്നേ പറഞ്ഞുള്ളൂ എല്ലാം വലുത് കിട്ടിയിട്ട് ഇത് കിട്ടിയപ്പോൾ ഒന്നല്ലാത്ത പോലെ തോന്നുന്നു. അതൊരു തോന്നൽ മാത്രമായിട്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്.
ഇനി നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാറായിട്ടുണ്ട്. അതുകൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളേരൊക്കെ പറക്കിടാണ്ട് അതൊക്കെ പറക്കിയിട്ട് പോകാം നമുക്ക്. ഇന്നേ ചെറിയ ചൂടുള്ള കാരണേ ഭയങ്കര ദാഹം തോന്നുക. എന്തെങ്കിലും പണികൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അതെ. നമ്മുടെ നാളേരം പറക്കിയിട്ട് കൊള്ളിയും കൂടി വെച്ചിട്ട് ആ വഴിക്ക് പൂവും വഴിക്ക് നമുക്ക് നമ്മുടെ കുക്കമ്പർ പൊട്ടിച്ചിട്ട് പോവാം കേട്ടോ. നമ്മുടെ റെഡ് ലേഡി നോക്കിയേ, ആകെ 2 ആഴ്ചയായിട്ടുള്ള കേട്ടോ വെച്ചിട്ട്. ചെറിയ തയ്യായിരുന്നു. ദേ കടയൊക്കെ നല്ല കനം വെച്ച് വരുന്നുണ്ട്. ചെറിയ പൂവിടാനുള്ള ടൈമൊക്കെ നോക്കി തുടങ്ങി. ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ദേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കമ്പറും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ കുറച്ച് കുക്കമ്പർ പൊട്ടിക്കുന്ന കാട്ടിയത്, പുതിയതായിട്ട് ഫസ്റ്റ് ഉണ്ടായി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കിയാൽ വീണ്ടും ഇപ്പോൾ ഒരു 4-5 പേരെ പൊട്ടിക്കാനുണ്ട് കേട്ടോ. ഇവർ വേണ്ട, ഇതാണ് ഞാൻ അന്ന് പണ്ടായിരുന്നു വൈറ്റ് സ്നോ കുക്കമ്പറാണ് കേട്ടത്. ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ളത് കാരണമാണ് ഇത്രയും വേഗം തന്നെ നമുക്ക് തൈ വലുതായി ഒന്ന് പടർന്ന് പിടിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് അടിയിൽ തന്നെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് എവിടെയും പിന്നെ കണ്ട അവിടെയൊക്കെ ഞാൻ എടുക്കണേണ്ട. ഭയങ്കര ഭംഗിയാണ് ഈ കുക്കമ്പർ കാണാനായിട്ട്. നമുക്ക് പൊട്ടിച്ചെടുക്കാം. കണ്ട എന്ത് രസമെന്നറിയോ കാണാനായിട്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാട്ടാ. നമുക്ക് കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞു കഴിക്കുമ്പോഴില്ലേ നല്ല നന്നായിട്ട് വെള്ളമുണ്ട്, നല്ല രസമാണ് കടിച്ചതിന്. അതൊക്കെ 5 പേരെ നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇനി അടുത്ത ദിവസം വരുമ്പോഴേക്കും ഇതേ ആയി തുടങ്ങിയിട്ടുണ്ട്. പന്തൽ കുഞ്ഞ് പന്തലായി തന്നെ നമ്മളൊന്ന് വളഞ്ഞൂടി കിടക്കണം. പിന്നെ നമ്മുടെ കുക്കമ്പറിന് നല്ല ഹൈറ്റിൽ പന്തലിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ എന്താ പറയുക, ഒരു വിധം ഇങ്ങനെ പടർന്ന് കയറുമ്പോൾ തന്നെ കായ ഉണ്ടായി തുടങ്ങും. അപ്പോൾ വലിയ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നി നോക്കണം നമ്മുടെ ഹൈറ്റ് കുറവിലുള്ള ഈ പന്തലായിട്ടാണ്. അതായത് നമ്മുടെ ഈ കുക്കമ്പറിന് ഇട്ടാ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാതും കൂടി കയറ്റി കൊണ്ടുവന്ന കാരണേ ഇപ്പം തന്നെ വേഗം വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇന്ന് ഞാനുണ്ടല്ലോ കപ്പയും മീൻകറി ആട്ടാ വയ്ക്കണത്. അപ്പം ഞാൻ നോക്കിയേ, നമ്മുടെ കപ്പതാ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളയണമല്ലോ. അപ്പം ഞാനിതാ കൊള്ളിയുടെ ഒപ്പത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്നും ഇപ്പം ഇടണില്ല, കാരണം ഈ വെള്ളം നമുക്ക് ഊറ്റി കളയാനുള്ളതാണ്. അപ്പോൾ ഇതാ തീ കത്തിച്ച് കൊള്ളി ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മീൻ കറിയിലേക്കുള്ളത് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതാ ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പിന്നെ കൊള്ളി 1 കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവട്ടെ, കാരണം നമ്മുടെ വീട്ടിലത്തെ കൊള്ളി തന്നെയായ കാരണം ഒരു ഉദ്ദേശം വെച്ച് എടുത്ത് നോക്കുകയാണ് നമ്മൾ. ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളൊരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ നോക്കിയാൽ ഒരു 8 ചുവന്നുള്ളി
നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം ഒരു കഷ്ണം പച്ചമുളക് കൂടി വീണ് പോയി, സാരില്ല. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ചുവന്നുള്ളി നോക്കിയതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റി എടുക്കണമല്ലോ, കളറൊന്നും കയറണ്ട. ആ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കി ഇഞ്ചി ആയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മണം വന്നു തുടങ്ങി. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ ഒരു 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളി എന്താ ഒന്ന് വഴറ്റിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാൽ നമുക്കിതാ 2 പച്ചമുളക് ഇട്ടാ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഇതാ ചെറുതായിട്ടൊന്ന് ഇതാ വഴറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറവിൽ തന്നെ വെച്ചോളാം പൊടികൾ ഇടുമ്പോൾ. അപ്പോൾ നമുക്കിതാ ഒരു 1.5 ടീസ്പൂണിൻ്റെ അവിടേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല കളറൊക്കെ കിട്ടാനും അതേപോലെ തന്നെ എരിവും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലോണം 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതാ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണത്. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ച കുത്തുണ്ട്, അത് പോണ വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ പൊടിയുടെയൊക്കെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ നോക്കിയാൽ നമ്മൾ കുടപ്പുളി ഇട്ടാ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കുടപ്പുളി ഇട്ടാ. അതൊരു 5-8 ചീന്തായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നല്ല കുടപ്പുളി നമ്മൾ നന്നായി കഴുകി ഇട്ടാണ് എടുത്തിട്ടുള്ളത്. നേരിട്ട് ഇട്ട് കൊടുക്കുക ഇരിക്കോട്ടാ. കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നപ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീനൊക്കെ വേവേണ്ട രീതിയിൽ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. കൊള്ളിതാ തിളച്ചിട്ടുണ്ട്. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റി കളയണം കേട്ടോ. അല്ലു പിന്നെ നമ്മുടെ കൂടെ അടുത്ത് ചുറ്റിപ്പറ്റി ഉണ്ടാവുമല്ലോ. നമുക്കുണ്ടല്ലോ ഈ കൊള്ളിയിലേക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയിട്ട് അത് എത്ര ഉള്ളൂ കേട്ടാ. കണ്ടാ ചെറിയൊരു കഷ്ണമാണ്. അതിതാ ചെറുതാക്കി അരിഞ്ഞിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എടുത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരിയോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയല്ല നല്ലതാണ്. പിന്നെ നമുക്ക് ഇനി കൊള്ളി വേവിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മുടെ കപ്പി മീൻകറി വയ്ക്കുമ്പോൾ കൊള്ളി നന്നായിട്ട് വേവണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് വീണ്ടും നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇത്തിരി കുറവിട്ട് കൊടുത്താലും മതി. നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് തീ കത്തിക്കും. ഇനി നമ്മുടെ കൊള്ളി ഇവിടെ ഇരുന്ന് വേവട്ടെ. നോക്കിയേ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കൊള്ളി റെഡിയാക്കുന്നതിൻ്റെ ഒപ്പം നന്നായി തിളച്ചപ്പോൾ ഒന്ന് തീ കുറച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപ്പ് നമ്മൾ എപ്പോഴും കുറവിടുക, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചാറുകറിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് നമുക്കതിലേക്കുണ്ടല്ലോ മീൻ ഇട്ട് കൊടുക്കാം.
ഈ മീനുണ്ടല്ലോ ആവോലിയാണ്, 400 ഗ്രാമാണ് കേട്ടോ മീൻ. നമ്മൾ നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ ഇനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. മീൻകറി ഉണ്ടല്ലോ കുറച്ച് നേരം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ ഒരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് തുറന്ന് വെക്കാട്ട് ചെയ്യണേ. എങ്കിലാണ് ആ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങോട്ട് വരുള്ളൂ കേട്ടോ. മോളൂ അടിച്ചുകൊണ്ടിരി 2 ദിവസം പിണക്ക് കുട്ടിയായിരുന്നുള്ളേ. 2 ദിവസം പിണക്ക് കുട്ടി അവനോട് മിണ്ടണേ വേണ്ടി പറയുക. അവന് പാവല്ലേ. നമുക്കുണ്ടല്ലോ കൊള്ളി തുറന്ന് നോക്കാട്ടാ. നമ്മുടെ കൊള്ളി എല്ലാവരും ചോദിക്കാറുണ്ട് നന്നായി വേവുന്നത്. നന്നായിട്ട് വേവണം, നല്ല കൊള്ളിയാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ കപ്പയും മീൻകറിയും വയ്ക്കുമ്പോൾ കൊള്ളിയിൽ വെള്ളം ഇല്ലാണ്ട് വേണം നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അതായത് വെള്ളം ഉണ്ടാവാനും പാടില്ല, എന്നാൽ തീരെ ഇങ്ങനെ മുറുകിയോണാവാനും പാടില്ല, ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ, നന്നായി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചട്ടിയിലായി കാരണം ഇതിലിരുന്ന് ഒന്നും കൂടി വറ്റൂട്ടാ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എടുത്ത് നോക്കണം കൊള്ളി കണ്ട. ഇനി ചട്ടിയിലായി കാരണം ഒന്നും കൂടി വറ്റും. കൊള്ളിയും കൂടെ ഇറക്കി വയ്ക്കട്ടെ കേട്ടാ. കൊള്ളി അല്ലെങ്കിൽ പിന്നെ കപ്പാട്ടാ. നമ്മുടെ ഈ തൃശ്ശൂർക്കാർ കൂടുതലും കൊള്ളിന്ന് കേട്ടോ പറയുക. ഇനിയിപ്പോൾ ഞാനിതാ അടുപ്പുമ്പോൾ തന്നെ ഒരു ചീനിച്ചട്ടിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ മീൻകറി നോക്കിയേ, എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാട്ടാ. കണ്ട ഇത്തിരി ചാറ്, എന്നാൽ ഈ ചാറ് ഞാൻ പറഞ്ഞല്ലോ ചട്ടിയിലാകുമ്പോൾ, ചട്ടിയിൽ എന്ത് കറി വയ്ക്കുകയാലും നമ്മൾ ഇത്തിരി ഒരു അഴവിൽ ഇങ്ങനെ ഇറക്കിയാൽ മാത്രമാണ് ആ ഒരു ചൂടാറിനോട് കൂടി നല്ല കുറുകി വരും. ഇത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മൾ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ നോക്കി നമ്മുടെ മീൻകറി കണ്ട ചട്ടിയിൽ ഇരുന്ന് തളയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വറ്റി കഴിഞ്ഞപ്പോൾ ഉണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കതിലേക്ക് 2 വറ്റമുളക് നടുപൊടിച്ച് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കിതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ആ പച്ചമുളകൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ കടുകും മുളകും വേപ്പിലയും എല്ലാം നമ്മുടെ എന്താ പറയുക കൊള്ളിയുമാവേണ്ട രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. എനിക്ക് ചട്ടിയിൽ ഇരുന്നിട്ട് വേണ്ട നമ്മുടെ കൊള്ളി നല്ല കൃത്യം പാകമായിട്ടുണ്ട് കേട്ടോ. ഈ കൊള്ളി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു കൊള്ളിയിലേക്ക് നമ്മൾ ഈ മീൻകറിയും കൂടി ചെല്ലുമ്പോഴില്ലേ ഭയങ്കര രസമായിട്ടാ. ഷായിട്ടാ പറയും ശരിക്കും ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിക്കറിയും റെഡിയായി, മീൻകറി റെഡിയായി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ടിനെ വിളിച്ചിട്ട് തരാം കേട്ടോ. ഇത് നമ്മുടെ കുക്കമ്പർ കേട്ടോ. കൊള്ളി നല്ല കട്ടിയായിട്ടിരിക്കുമ്പോഴേ എടുക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാണാനെന്താ രസല്ലേ. മുകളിലേക്ക് ഇങ്ങനെ ചാറ് ഒഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ഓ ചൂടുണ്ട്, അടിപൊളി സാധനമാണ്. ആ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറയാനും വിട്ടുപോയി ഷായിട്ടിനോട്. കൊള്ളിയിലാകുമ്പോഴേ പെട്ടെന്ന് ചൂട് നിൽക്കില്ല ഉള്ളിലേ.
രസല്ലേ? അടിപൊളി കറിയാട്ടാ. കറിയും കൊള്ളിയും പറയാനില്ലേ? ആ കൊള്ളിയിൽ ആ കടുക് വറുത്ത ആ കൊള്ളി ഇതിരിക്കാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കൊള്ളിയാണെങ്കിലോ അത്ര രസമായിട്ടുള്ള കൊള്ളി. നോക്കിയേ എന്താ പറയാ, പായസക്കൊള്ളി. പായസക്കൊള്ളി. അപ്പം എല്ലാവരും ഈ കറിയിൽ നിന്ന് വെച്ച് നോക്കിയോളാം. അത്ര രസമാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ വൈകിട്ടായാലും ഉച്ചതിരിഞ്ഞാലും അതിലും കാപ്പിക്കായാലും കഴിക്കാം. അതിനും പറ്റും. വൈകുന്നേരം ഊണൊന്നും വേണ്ട, ഇത് മതി. അതേപോലെ നമ്മുടെ ഈ മീൻകറിയിൽ ചോറിലേക്കൊക്കെ നല്ലതായിട്ടാ. നല്ല രസമുള്ള കറിയാ, അടിപൊളി. പിന്നെ നമ്മുടെ കുമ്പറുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഇത് നോക്കിക്കോളാം. അത്ര രസമായിട്ടുള്ള കറിയാട്ടത്. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.